നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനയും ജാനകിയും കൂടെ അടുക്കളയിലെ തിരക്കിട്ട പാചകത്തിലാണ്. ആ സമയത്ത് ദേവേനി പറഞ്ഞു, എന്ത് പറയാനാ ജാനകി, നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നവ്യയുടെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചോണ്ടിരിക്കുവോ ജലജ. ജാനകി പറഞ്ഞു, എന്ത് ചെയ്യാനാ ഏട്ടത്തി, നമ്മൾ പറഞ്ഞാലും അതൊന്നും ജലജ വകവയ്ക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും നയനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ നവ്യം വന്നെന്ന് പറയണേ. എത്തിയോ? അതെ മോൾ ഈ കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, കൊള്ളാവോന്ന്. ഞാൻ മുമ്പ് ടേസ്റ്റ് ചെയ്തല്ലേ അമ്മേ, നല്ല കറികളായിരുന്നു. അതെ നവീന്റെ ഇഷ്ടത്തിനുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നേ. നവീന്റെ അമ്മയുമായിട്ട് ഞാൻ കൂട്ടായതുകൊണ്ട് അവന്റെ ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അതെ പത്മയെ ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പത്മയെ പറഞ്ഞ് നവീന് വേണ്ടിയിട്ട് ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ മകന്റെ ഭാര്യയെ പോലെ വന്ന് ഒരുത്തി, ആ നാമിയെ പോലുള്ള ഒരുത്തി ആവരുത് ഒരിക്കലും അങ്ങോട്ടേക്ക് വരുന്നതെന്ന്, അത് മാത്രം നോക്കിക്കോണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതുപോട്ടെ നവ്യയും ജലജയും കൂടെ കഴിക്കാനായിട്ട് ഇറങ്ങി വരുവോ, സംശയമുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ഇറങ്ങി വരാൻ വഴിയില്ല, കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടോ വരുവുള്ളെന്ന്. കാരണം നവ്യയുടെ കേസ്, അതായത് അബിയുടെ കേസ് നവീൻ ഏറ്റെടുക്കാത്തതിന്റെ ഒരു ദേഷ്യം അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വൈരാഗ്യം ഉള്ളതുകൊണ്ട് വരാൻ ചാൻസ് കുറവാന്ന് പറയാ. നയന പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചേച്ചിയുടെ സ്വഭാവത്തിലാണെങ്കിൽ വീണ്ടും വീണ്ടും മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നവീന്റെ അടുത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വന്നു. പിന്നെ മുത്തശ്ശൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നരസിംഹന്, സുഖമായിട്ടിരിക്കുന്നു മുത്തശ്ശാന്ന് പറയണ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, ഇപ്പം കോടതിയിലൊന്നും പോകുന്നില്ല നരസിംഹൻ? ഇല്ല, മുത്തശ്ശൻ ഇപ്പൊ പഴയതുപോലെ അങ്ങനെ വരാറൊന്നുമില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞ, അതിന്റെ ആവശ്യമില്ലല്ലോ, നല്ലൊരു കൊച്ചുമാനുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ബാധിക്കുന്നേ, പിന്നെന്താ. ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് അനി പറഞ്ഞു, അത് ശരിയാ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടതായിരുന്നു, എന്റെ ഊരിയെടുത്തത് നവീനല്ലേ. അതൊക്കെ ശരിയാ, നല്ല കഴിവുള്ളാന്ന് സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് മുത്തശ്ശൻ പറഞ്ഞു. കാരണം അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, എന്തൊരു പ്രകടനമായിരുന്നു കോടതി കാഴ്ചവെച്ച്, സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, അല്ല ഇവന്റെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഉടനെ കാണുമായിരിക്കും, അത് കഴിയുമ്പോ ഇവന്റെ കല്യാണം ഉണ്ടോ മുത്തശ്ശാന്ന് ചോദിച്ചു. അതെ അതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇവന്റെ മാത്രം പോരല്ലോ, അവിടെ ഒന്ന് രണ്ട് പേര് മോന്റെ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുമല്ലേ, എങ്ങനെയായി? അല്ല അത് പിന്നെ ഞാന്, അതെ എത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ നടക്കണം കേട്ടോ. ആ സമയം അനിയൊന്ന് നോക്കി നവീനെ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഇനി അത് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, അവിടെ എല്ലാരും കാത്തിരിക്കുമല്ലേ നവീന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് മോന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം, ഞങ്ങളും അത് കുറെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന വന്നിട്ട് പറഞ്ഞു, അതെ ആഹാരം എടുത്തു വെച്ചു, എല്ലാരും കഴിക്കാൻ വരാൻ പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ഇനി ബാക്കി സംസാരമൊക്കെ ആഹാരം കഴിച്ചതിന് ശേഷം, അതും പറഞ്ഞ് എല്ലാരും കൂടെ കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ എല്ലാരും കൂടെ കഴിക്കാൻ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. ആ സമയം മുത്തശ്ശൻ ചോദിച്ചു, അല്ല നവീന്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് നിന്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞായിരുന്നു, ആരാന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് നവീനൊന്നും മിണ്ടിയില്ല. ആ സമയം ദേവേനി പറഞ്ഞു, ആരൊക്കെയാണേലും ശരി, പത്മത്തിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വരുന്ന ആളായിരിക്കണം. കാരണം എന്ത് ജോലി ഉണ്ടെങ്കിലും ശരി, അങ്ങനെയൊക്കെയാണ് പത്മയുടെ ആഗ്രഹങ്ങൾ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അത് ശരിയാ, പക്ഷേ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മുത്തശ്ശി പറഞ്ഞു, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെ അടങ്ങി ഒതുങ്ങി വീട്ടിരിക്കും തോന്നില്ല. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഭർത്താവിനെ കൊണ്ട് പോയി വേറെ താമസിക്കുന്ന അങ്ങനെയുള്ള കാലത്ത് വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാൻ ഇത്തിരി പ്രയാസമെന്ന് പറയണ. നവിയും പറഞ്ഞു, അമ്മയുടെ കാഴ്ചപ്പാട് അങ്ങനെയൊക്കെയാ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ദേ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ, അത് പിന്നെ മുത്തശ്ശ ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമില്ല. അനി പറഞ്ഞു, എന്താടാ മടിക്കാന്നേ കാര്യം പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയണ. മുത്തശ്ശൻ ചോദിച്ചു, അതെന്താ? ഞാൻ നരസിംഹന് വാക്ക് കൊടുത്താ മോന്റെ മനസ്സിൽ ആരാണെങ്കിലും അത് ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കാന്ന്. അതെ ഇപ്പൊ മുത്തശ്ശൻ എനിക്കൊരു കാര്യം ചെയ്യണ്ടേ, എന്താണെന്നറിയാവോ? എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു പക്ഷേങ്കിൽ ആ പെൺകുച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പത്തേനും വീട്ടിൽ അവതരിപ്പിക്കണം. അത് മാത്രമല്ല, ആ പെൺകുട്ടിയെ എനിക്ക് കെട്ടിച്ചു തരാനായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യണം. അത് തന്നെ മുത്തശ്ശൻ ചെയ്യണ്ടേന്ന് പറയണ. അപ്പത്തേക്കും മൂർത്തി മുത്തശ്ശനൊന്ന് നോക്കി. ദേവേനെ ചോദിച്ചു, എങ്ങനെയുണ്ട്, പെൺകുട്ടിയെ അറിയാവുന്നതാണോ? 10-15 വർഷമായിട്ട് അറിയാം. ആഹാ അത് കൊള്ളാലോ, വലിയ സാമ്പത്തികമുള്ള വീട്ടിലൊന്നും അല്ല, എന്നാലും പെൺകുട്ടി തരക്കേടില്ല, നല്ലതാണ്. ജാനകി ചോദിച്ചു, അല്ല അപ്പൊ പെൺകുട്ടിയെ കുറിച്ച് എല്ലാം അറിയാലേ, കൂടെ പഠിച്ചാണോ? കൂടെ പഠിച്ചാണോന്ന് ചോദിച്ചാ അങ്ങനെ പറയാൻ പറ്റില്ല, പിന്നെ എന്നാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. നയന പറഞ്ഞു, ആഹാ അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാലേ.
ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ എന്റെ അമ്മയ്ക്ക് ഇഷ്ടം അധികം തൻ്റെയുടെ ഒന്നും ഇല്ലാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെൺകുട്ടിയാ. പക്ഷെ ഇവളങ്ങനെയൊന്നും അല്ല. അത്യാവശ്യം തൻ്റെയുടെ ഒക്കെ ഉണ്ട്. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുമെന്നും തോന്നില്ല. അത്രക്കാരിയൊന്നും അല്ല. പിന്നെ മുത്തശ്ശനൊരു കാര്യം ചെയ്യണം. ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം കേട്ടോ. എന്തിനാന്ന് വെച്ചാല് എൻ്റെ അമ്മയായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം. അമ്മയുടെ മനസ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അമ്മയ്ക്കൊരു വിചാരമുണ്ട്, അധികം തൻ്റെ ഉള്ള പെൺകുട്ടികൾ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ. ആ കാഴ്ചപ്പാടൊന്ന് മാറ്റിക്കൊടുക്കണം. അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. ഒരുപക്ഷെ മുത്തശ്ശനൊക്കെ പറയുവാണെങ്കിൽ അമ്മ അനുസരിക്കുമായിരിക്കും എന്ന് പറയണേ. അത് കേട്ടതും എല്ലാവരും ചിരിക്കുവാണ്. കാരണം നവീന്റെ മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ ആ പെൺകുട്ടി ഉണ്ടെന്നറിയാം. കാരണം നവീൻ പറഞ്ഞു, ഇനിയിപ്പോൾ അമ്മയൊക്കെ സമ്മതിക്കുവാണെങ്കിൽ മാത്രം ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലാതെ പിന്നെ നടക്കാത്ത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് നവീൻ പറയുകയും ചെയ്തു. നവീൻ അറിയാം, ഒരു പക്ഷെ നന്ദുവിന്റെ പേര് താൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ അത് ശരിയാകുമല്ലെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നവീൻ അങ്ങനെയൊക്കെ പറയണത്. ഇതേ സമയത്ത് നന്ദുവിന്റെ അടുത്തേക്ക് പരാതിയായിട്ട് ഒരു സ്ത്രീ അവരുടെ മകളും വരുവാണ്. പിന്നീട് അവര് പറഞ്ഞു, അതെ, അടിവാരം അശോകൻ എന്ന അവന്റെ പേര് മാഡം, ഭയങ്കര ശല്യം അവനെ കൊണ്ട്. കാരണം അവനെതിരെ ആരും ഒന്നും പറയത്തൊന്നുമില്ല. എന്റെ മോളെ നിരന്തരം ശല്യപ്പെടുത്തുക, രാത്രി വന്ന് കഥയും മുട്ടും. അവന്റെ ഗുണ്ടകളും ഞങ്ങളുടെ തിണ്ണല രാത്രിയില്. പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയലോക്കത്തുള്ളവർ പോലും ഇടപെടത്തില്ല. എല്ലാവർക്കും അവനെ പേടിയാണ്. കുറച്ചുനാൾ ജയിലിലായതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മോളെ നിരന്തരം ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ മാഡം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നന്ദുവിന് പരാതി കൊടുത്തപ്പോൾ നന്ദു പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ, എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയാന്ന് പറയണ. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. അതിനുശേഷം 2-3 കോൺസ്റ്റബിളെ വിളിച്ചിട്ട് കാര്യം പറയണ. അപ്പോഴേക്കും അവർ പറഞ്ഞു, മാഡം, ആ അടിവാരം അശോകൻ ആള് ശരിയല്ല. ഇവിടെയുള്ള എല്ലാവർക്കും അവനെ ഭയങ്കര ബഹുമാനമാണ്. എന്തിനേറെ പറയുന്നു, പോലീസുകാർക്ക് പോലും ബഹുമാനമാണ്. നന്ദു പറഞ്ഞു, ആഹാ കൊള്ളാലോ, കള്ളന്മാരും കൊള്ളക്കാരും പോലീസുകാർക്ക് ബഹുമാനോ? മേഡം, ഞങ്ങൾക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ളല്ലേ. എടോ, താൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് എന്താ കുടുംബം കുട്ടികളൊന്നും ഇല്ലേ? അയാൾ ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളല്ലേ. എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡി എടുത്തേ മതിയാവുള്ളൂ. അല്ല മാഡം, അത് പിന്നെ എനിക്കറിയാടോ, നാട്ടിലൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഇതുപോലെയുള്ള അവന്മാരുടെ കൈയും കാലും കൂടെ പിടിക്കണം. അതേ ഗതിയായി ഇപ്പൊ കാര്യങ്ങളൊക്കെ. അതിന്റെ ആവശ്യമില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ നന്ദു പറഞ്ഞു. നന്ദുവിന് നല്ല കട്ടക്കലിപ്പായി. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പം അടിവാരും അശോകനും ഒരു ഗുണ്ടയും കൂടെ കൂടിയിട്ട് ഒരു കടയിൽ കയറി പിരിവ് നടത്തുവാണ്. പിരിവ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ കടയിലേക്ക് കയറി ഒരു പാവം അമ്മച്ചിയാ. ആ അമ്മച്ചിയോട് പിരിവ് ചോദിച്ചു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഇപ്പഴില്ലാന്ന് പറയാൻ പറഞ്ഞു. അതെ, നല്ല കച്ചവടമുള്ള സ്ഥലമാണല്ലോ, വെറുതെ ഊടായ്പ കാണിക്കരുത്, മര്യാദയ്ക്ക് പൈസ എടുക്കാൻ പറയാണ്. പാവം അമ്മച്ചി ഉണ്ടായിരുന്ന പൈസ എടുത്ത് അങ്ങനെ കൊടുക്കുവാണ്. അപ്പോഴേക്കുമാണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് പോലീസ് ജീപ്പ് നന്ദു അങ്ങോട്ട് ഇറങ്ങി. നന്ദു ഇറങ്ങി അടിവാരം അശോകന്റെ ആ ഗുണ്ടയുടെ അടുത്തേക്കും വരുവാണ്. അങ്ങനെ വന്നിട്ട് ചോദിച്ചു, നീ ആനോട് അടിവാരം അശോകൻ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ഗുണ്ട പറഞ്ഞു, ഇതാണ് പുതിയ SI മാടെന്ന് പറയണ. അതെ, മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അടിവാരം അശോകൻ ഒന്ന് നോക്കി. പിന്നീട് പറഞ്ഞു, അതെ, അണ്ണനെ ജയിലിലായതുകൊണ്ടേ കണ്ടില്ല, ഇപ്പൊ ഒന്ന് പരിചയപ്പെട്ടിരുന്നോളാൻ പറയണ. ആ സമയത്ത് അടിവാരം അശോകൻ ഒന്ന് തിരിഞ്ഞു. കണ്ടതിൽ സന്തോഷമുണ്ട്. അല്ല, ഞങ്ങൾ എന്ത് സഹായം ചെയ്തു തരണ്ടേ? ചില പോലീസുകാരൊക്കെ ഞങ്ങളെ സഹായം തേടി എത്താറുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഞാൻ നിന്റെ സഹായം ചോദിക്കാനൊന്നുമല്ല, വന്ന് പോലീസ് ജീപ്പിലേക്ക് കയറാൻ പറയണ. പോലീസ് ജീപ്പിലേക്കോ? ഇത് ഭയങ്കര കോമഡി ആയിപ്പോയല്ലോ മാഡം. ഞാനെന്തിനാ പോലീസ് ജീപ്പിലേക്ക് കയറുന്നേ? എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ പോയിക്കോളാന്ന് പറയണ. എടാ, പറയുന്ന അനുസരിക്കുക, നിനക്കെതിരെ കംപ്ലൈന്റ് വന്നിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനു അയാളിച്ച്, കംപ്ലൈന്റോ? അല്ല, നിനക്ക് കണ്ട പെൺകുട്ടികളുടെ വീടിന്റെ മുന്നിൽ പോയിരുന്ന് ചീട്ട് കളിക്കാനും കഥകൾ മുട്ടാനൊക്കെ അറിയാലേ? ഓ, അപ്പൊ സുരഭയും മോളും കൊണ്ടൊന്ന് പരാതി എന്നില്ലേ? കാണിച്ചു കൊടുക്കാം. ഇന്ന് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അവളുടെ വീടിന് ഞാൻ തീയിടൂന്നൊക്കെ പറയണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എന്നാ അത് കണ്ടിട്ട് തന്നെ കാര്യം. ആ സമയത്ത് അയാൾ പറഞ്ഞു, മാഡം, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ പോന്നൊക്കെ. പെൺകുട്ടികളെ തല്ലുന്നോട് എനിക്ക് അത്ര താല്പര്യമുള്ളൊന്നും അല്ല. പിന്നെ തല്ലണ്ട വന്നാൽ തല്ലാതിരിക്കാൻ പറ്റില്ല. 40-40 വയസ്സുണ്ട്. ഞാൻ ഇതിനായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്തോണ്ട് ഞാൻ ആ സുരഭിയുടെ മോളെ ഒന്ന് പോയി ആലോചിച്ചു. അപ്പൊ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ പിന്നെ ഞാൻ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാതെ പറ്റുമോ? അതുകൊണ്ടാണ് മാഡം ഞാൻ ശല്യം ചെയ്ത് പിന്നാലെ പോയത്. എനിക്ക് അവളെ കിട്ടിയേ മതിയാവുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദൂരിന് നല്ല ദേഷ്യമായി. ആ സമയത്ത് അടിവാരം അശോകൻ പറഞ്ഞു, മാഡം, വെറുതെ എന്റെ കൈക്ക് മെനക്കാടുണ്ടാക്കാതെ പോകാൻ നോക്ക്. ബാക്കി പോലീസുകാരൊക്കെ പേടിച്ച് നിൽക്കുവാണ്. അജാനുബാഹുവായ ഒരാളായിരുന്നു ഈ അടിവാരം അശോകൻ എന്ന് പറഞ്ഞ. കൂടെയുള്ള ഗുണ്ടയും അത്യാവശ്യം സാമാന്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. നന്ദു അത് വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല.
പക്ഷെ നന്ദു അവനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി. നിന്നോടല്ലടാ കയറാൻ പറഞ്ഞെന്ന് ചോദിക്കാം. ഒന്ന് പോകുമാടാ അവിടുന്ന്, എന്റെ കൈക്ക് പണി ഉണ്ടാക്കാന്ന് പറഞ്ഞു. പറഞ്ഞ് തീരുവല്ല. നന്ദു ഒറ്റ തൊഴിയായിരുന്നു അവന്റെ നെഞ്ചും കൂടെ തറത്തോട്ട്. അവൻ താഴേക്ക് വീണു. പിന്നെ അവിടെ ഇടിയുടെ പൊടി പൂരമായിരുന്നു നന്ദുവിന്റെ. പെണ്ണിന്റെ കൈക്കരുത്ത് എന്താന്ന് അവൻ അറിയുമായിരുന്നു. പ്രത്യേകിച്ച് നന്ദുവിന്റെ 4-5 ആണുങ്ങളൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നന്ദു ഒറ്റയ്ക്ക് നേരിടുന്നതല്ലേ. പിന്നെ നന്ദുവിന് ഇത് വല്ല പ്രശ്നമാണോ? അപ്പോഴേക്കാണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. നവീൻ എന്നോട് അപ്രതീക്ഷിതമായിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ വരുമ്പോ ആ കാഴ്ച കാണുക. നവീൻ ഒരു നിമിഷം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു വന്നു. നന്ദുവിന്റെ മുന്നിൽ അവസാനം ചുരുണ്ടുകൂടിപ്പോയി. അത്ര സമയം എടി പോടിന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന അവൻ പെട്ടെന്ന് തന്നെ മാടം നാക്കി. മാടം ഇനി എന്നെ ഒന്നും ചെയ്യലെന്ന് പറയണം, കേറാ വണ്ടിയാലെന്ന് പറഞ്ഞ് അവനെ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്റി. അപ്പോഴേക്കും നവീൻ വന്നിട്ട് പറഞ്ഞു, കൊള്ളാം നന്ദു, സൂപ്പർ ആയിട്ടുണ്ട്. ദേ കോളേജിലെ അടിയൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോഴാണ് നിന്റെ നല്ലൊരു അടി കാണുന്നതെന്ന് പറയണം. ആ സമയം നന്ദു പറഞ്ഞു, അടിവാരോ അശോകനെന്ന് അവന്റെ പേര്. അവനെ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നതിൽ ഇത്ര വിദ്വാന, അവനെ അങ്ങോട്ട് പൊക്കിയതാന്ന് പറയണം. നവീൻ പറഞ്ഞു, ഇത്തരക്കാരെയൊന്നും വെറുതെ വിടല്. ഉറപ്പായിട്ടും ഞാനും നന്ദുവിന്റെ കൂടെ കൂടാ. ഇവനെയൊന്നും പുറത്തിറങ്ങാതെ വേണ്ട, ഇവന് വേണ്ടിയിട്ട് അല്ല ഞാൻ വാദിച്ചോളാന്ന് പറയണം, പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം നന്ദു പറഞ്ഞു, ആ നല്ല കാര്യം നവീനേട്ടാ, നന്ദുവിന്റെ കൂടെ കൂടിയാലെന്ന് ഞാനും ആലോചിക്കുക. അതെന്താ? അല്ല ഈ കേസും കൂട്ടൊക്കെയായിട്ട് ഞാനും പഠിത്തേ. അപ്പം നന്ദുവിന്റെ കൂടെ ഇങ്ങനെയൊക്കെ കൂടുകയാണ്, നല്ലൊരു എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ എന്ന് പറയണ. നന്ദുവിന്റെ ഇടി കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കേട്ടപ്പോൾ നന്ദു ചിരിച്ചു. പിന്നീട് നവീൻ പറഞ്ഞു, നമുക്കൊന്നും കൂടണ്ടെന്ന് ചോദിക്കുക. നവീനേട്ടൻ പറഞ്ഞാൽ മതി എപ്പോൾ വേണമെന്ന് എന്ന് പറഞ്ഞു. പിന്നീട് ശരി കാണാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദു ജീപ്പ് കയറി കൂടെ പോകുമ്പോഴത്തേനും നവീന്റെ മനസ്സിൽ ഒന്നുകൂടെ നന്ദുവിനോടൊരു ആരാധന കൂടി. പിന്നീട് മുത്തശ്ശൻ നരസിംഹന്റെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന് സംസാരിക്കണ സമയത്ത് നരസിംഹൻ ചോദിച്ചു, അല്ല മൂർത്തി വല്ലതും പറഞ്ഞോ? നവീന്റെ മനസ്സിൽ ആരാ എന്താന്നൊക്കെ പറഞ്ഞു. അത് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾ ചോദിച്ചു പക്ഷെ പറഞ്ഞില്ല. കാരണം പറഞ്ഞാലും ഇവിടെ സമ്മതിക്കുമെന്ന് നവീൻ ഒരു സംശയമുണ്ട്. ഈ സമയത്ത് പത്മ പറഞ്ഞു, ചിലപ്പോൾ അവന്റെ മനസ്സിൽ വല്ല വക്കീലോ അഡ്വക്കേറ്റോ അങ്ങനെ അല്ല വല്ല വക്കീലോ അല്ലെങ്കിൽ വല്ല പോലീസ് ഓഫീസർമാരൊക്കെ ആയിരിക്കും. അതൊന്നും ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടം വല്ല ടീച്ചർമാരെ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെയാ. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് തൻ്റെ ഇടമില്ലാത്ത പെൺകുട്ടികൾ വളരെ കുറവാ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ജീവിക്കണമെങ്കിലും അത്യാവശ്യം തൻ്റെ ഇടമൊക്കെ വേണം. അപ്പോഴേക്കും നരസിംഹൻ പറഞ്ഞു, ഇവിടെ എന്നും കല്യാണാലോചന ബഹളം തന്നെയാ, പക്ഷെ ഒന്നും ഒരിടത്തും അങ്ങോട്ട് എത്തുന്നില്ല. സംഗീത പറഞ്ഞു, അഡ്വക്കേറ്റ്സോ മറ്റോ മനസ്സ് നോക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജൂനിയർ ആയിട്ടൊരു പെൺകുട്ടിയുണ്ട് സംഗീത. അപ്പോഴേക്കും സഹോദരൻ പറഞ്ഞു, സംഗീതയോടൊന്നും ഈ പറയുന്ന താല്പര്യം കാര്യങ്ങളൊന്നും നമ്മ ഈ മക്കളിനില്ല എന്ന് പറയണ. മുത്തശ്ശൻ പറഞ്ഞു, അതെ ഇന്നത്തെ കാലത്ത് തൻ്റെ ഉള്ള പെൺകുട്ടികളാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് വേണം മുന്നോട്ട് പോകാനായിട്ട്. അവരുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കാൻ ശ്രമിക്കണം. കൊച്ചുമക്കളുടെ ആഗ്രഹമല്ലേ, അല്ലാതെ നമ്മൾ പിടിവാശി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പത്മേ എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ കണ്ടില്ലേ എൻ്റെ വീട്ടില് നയന വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആദ്യം ദേവേനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയല്ല, മകളെ ജീവന തുല്യം സ്നേഹിക്കുക. മരുമകളുടെ ഫാനായിട്ട് മാറിയിരിക്കുക അവള്. ആ സമയം പത്മ പറഞ്ഞു, അതിനും കൂടെ ചേരുമല്ലോ നവ്യയുടെ സ്വഭാവം നേരെ ഓപ്പോസിറ്റ് അല്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ മുത്തശ്ശനൊരു ഞെട്ടലോട് കൂടിയിട്ട് പത്മയെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.